ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉപ്പുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ്. ഉപ്പുപാത്രത്തിന് കീഴിൽ ഇവിടെ പറയാൻ പോകുന്ന ഈ കാര്യം വെച്ചാൽ പണവും ഐശ്വര്യവും കുമിഞ്ഞുകൂടും. അതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് സാമ്പത്തികമായ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും മറ്റു സാമ്പത്തികമായ പ്രശ്നങ്ങളുമൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് അടുക്കളയുടെ ഏത് ഭാഗത്താണ് വെക്കേണ്ടത്, ഏത് ദിവസം കടയിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്നൊക്കെ. അതായത് നമ്മൾ എപ്പോഴും അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ കിഴക്കു ദിശയിലേക്ക് നോക്കി, അതായത് കിഴക്കു ദിശയിലേക്ക് ഫേസ് ചെയ്ത് പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ കിഴക്കു ദിശയിലേക്ക് പാചകം ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്തായിട്ടായിരിക്കണം എപ്പോഴും ഉപ്പുപാത്രം വെക്കേണ്ടത്. അങ്ങനെ ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ എപ്പോഴും ഉപ്പുപാത്രം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ തളർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നമ്മൾ ഉപ്പ് വീട്ടിലേക്ക് വാങ്ങിക്കൊടുന്നാൽ ഉപ്പിട്ട് വയ്ക്കുന്ന പാത്രം നന്നായി കഴുകി ഉണക്കി വൃത്തിയാക്കിയതിനു ശേഷം അതിൽ ഉപ്പ് നിറച്ചതിനു ശേഷം നിങ്ങൾ എവിടെയാണോ ഉപ്പ് വയ്ക്കുന്നത് ആ ഉപ്പ് അവിടെ വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു രൂപ നാണയം, വീട്ടിലെ സ്ത്രീകൾ അടുക്കളയിൽ ആരാണോ കയറുന്നത് ആ ഗൃഹനാഥം കുളിച്ച് ശുദ്ധിയായി വന്ന് ആ 1 രൂപ നാണയം തലയ്ക്ക് 3 തവണ ഉഴിഞ്ഞതിനു ശേഷം ഈ 1 രൂപ നാണയം ഉപ്പ് വയ്ക്കുന്ന പാത്രത്തിനടിയിൽ വയ്ക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പാത്രത്തിനുള്ളിലല്ല വെക്കേണ്ടത്, പാത്രത്തിൻ്റെ അടിയിലാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ഉയർച്ച ഉണ്ടായിരിക്കും. ആ മാറ്റവും നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഉപ്പുപാത്രം ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒന്നും ആവാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ചില്ല് പോലത്തെ ബോട്ടിൽ അല്ലെങ്കിൽ ഭരണിയിലൊക്കെയാണ് ഉപ്പ് സൂക്ഷിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒരു മരത്തിൻ്റെ പലകയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം 1 രൂപ നാണയം വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം ഉപ്പുപാത്രം വെക്കാൻ. അല്ലാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി നല്ലത് അങ്ങനെ വയ്ക്കുന്നതാണ്. ഇങ്ങനെ ഒരു പലകയോ തട്ടോ ഉണ്ടെങ്കിൽ ഉചിതമാണ്. നമ്മൾ വീട്ടിൽ അടുക്കളയിൽ നിസ്സാരമായി കാണുന്ന ഈ ഉപ്പിന് വരെ നല്ല ഊർജത്തിൻ്റെ ശക്തിയുണ്ട്. ഉപ്പ് സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഉപ്പ് സൂക്ഷിച്ചാൽ ഒരുവിധം കടബാധ്യതകളെല്ലാം നമുക്ക് ഒഴിഞ്ഞു കിട്ടും.